ഇരിഞ്ഞൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ക്രിസ്തുമസ് നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ച് പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ക്രിസ്തുമസ് സന്ദേശവും പങ്കുവച്ചു. മാനവ സ്നേഹത്തിന്റെ മഹത്വം വിളിച്ചോതി ലൂക്ക് സ്കൂളിൽ ക്രിസ്തുമസ് നവവത്സരാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തെ ക്രിസ്തുമസ് നവവത്സര ആഘോഷത്തിന്റെ ഉദ്ഘാടനം സുപ്രസിദ്ധ കവിയും വിദ്യാഭ്യാസ വിദഗ്ധനും സാംസ്കാരിക പ്രവർത്തകനുമായ ഫാദർ മാത്യു മാണിക്കത്താഴെ കോഴിക്കോട് നിർവഹിച്ചു. ക്രിസ്തുവിന്റെ ജീവിതം ലോക നന്മയ്ക്ക് എന്നും വഴികാട്ടിയാണെന്നും അനന്തമായ സ്നേഹം ഒരിക്കലും പറ്റാത്ത തെളിനീരുറവയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടെ ക്രിസ്മസ് പുതുവത്സരത്തിൻ്റെയും സ്നേഹോഷ്മളമായ അനുഗ്രഹങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ലൂക്ക് സ്കൂളിൽ ഇവിടെ കടന്നു വരാനിടയായിട്ടുള്ളത്. വളരെ മനോഹരമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കുട്ടികളുടെ എല്ലാവിധ വികസനത്തിനും ഉപകരിക്കപ്പെട്ട അന്തരീക്ഷവും, അതുപോലെ വളരെ പ്രാവീണ്യരായിട്ടുള്ള പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരൊക്കെയാണ്. ക്രിസ്മസ് കുട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പരിപാടികൾ ഇവിടെ നടത്താൻ പോവുകയാണ്. ഞാൻ കോഴിക്കോട് നിന്നും എത്തിയിരിക്കുകയാണ്. പല സ്കൂളുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റിയും ഐഡൻറ്റിറ്റിയും പ്രത്യേകതയൊക്കെ ഉള്ള സ്കൂളായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളെ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സ്റ്റാഫ് അംഗങ്ങളും പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായ രീതിയിൽ മുന്നേറുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. ദൈവം മനുഷ്യനായി ഒരു ശിശുവായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതിൻ്റെ പരിപാവനമായിട്ടുള്ള ഓർമ്മ ഈ സുന്ദര ദിവസത്തിൽ നാം അനുസ്മരിക്കുകയാണ്. ദൈവം എപ്രകാരമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത്, അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവന് സൗഖ്യം നൽകിക്കൊണ്ട് നിത്യജീവൻ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ഉയർത്തുവാനായിട്ട് ദൈവം ഇറങ്ങി വന്ന പരിപാവനമായിട്ടുള്ള സുന്ദര അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. അപ്പം നാമും ദൈവത്തിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം നാം പങ്കിടുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവാനുഭവത്തിൻ്റെ മാതൃകകളായിട്ട് നാം മാറുകയും അധികം ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലും ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിന് ഇത് വഴിതെളിക്കുകയും ചെയ്യുന്നു. അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നന്മകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്ഥാപനത്തിനുമൊക്കെ ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളിലെ ജീവനക്കാർ സ്നേഹ സമ്മാനമായി നൽകിയ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറി. വൈസ് പ്രിൻസിപ്പൽ വി നായർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ MK അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമായി നടന്നു. നമ്മുടെ ചടങ്ങിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്നത് പ്രമുഖ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഫാദർ മാത്യു മാണിക്കത്താഴം കോഴിക്കോട് അവർകളാണ്. അച്ഛൻ നമ്മോടൊപ്പം ചേർന്നു. തീർച്ചയായും ക്രിസ്മസ് മനുഷ്യന് ഒത്തിരി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ജനിക്കേണ്ട ഒരു കാഴ്ചപ്പാട് കൂടിയാണ് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട്. തീർച്ചയായും ആ കാര്യത്തൊഴുത്തിൽ പിറന്ന് ലോകത്തോളം വളർന്ന് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃകയായി മാറിയ സ്നേഹവും കാരുണ്യവും ദയയും വിട്ടുവീഴ്ചയും ക്ഷമയും മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനുമുള്ള അറിവുമൊക്കെ നമുക്ക് ആവോളം പകർന്നു നൽകുന്ന ഈ ക്രിസ്മസിൻ്റെ സന്ദേശം തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. മാനേജർ ഇൻചാർജ് ലവ്ന കെ കുര്യാക്കോ, സ്റ്റാഫ് കോർഡിനേറ്റർ ലിജി വർഗീസ്, ഹെഡ് ബോയ് സിമാൽ ഷാജഹാൻ, ഹെഡ് ഗേൾ ഈഷ സുനി, സെക്രട്ടറി ശിവാനി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കരോൾ ഗാനാലാപനവും നടന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.